ഒരു മാസത്തെ പ്ലാനിങ് ഗൈസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഫൈനലി ബാംഗ്ലൂർ പോവാണ്. ഉമ്മൻ്റെ സിസ്റ്റർ വീട്ടിലേക്കാണ് പോകുന്നത്. രാവിലെ ഒരു 7 മണി 7:30 ആയിക്കാണ് കേട്ടോ നമ്മൾ വാനസ്വാടിയിൽ എത്തിയപ്പോൾ. ഓൾറെഡി ഈ ട്രെയിൻ തിരൂരിലൂടെ പോകുന്നത്. ശരിക്കും ഞങ്ങൾക്ക് അതിലൂടെ കയറിയാൽ മതിയായിരുന്നു, പക്ഷെ റിസർവേഷന് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജനറലല്ലേ ഇനിയിപ്പോൾ കയറാൻ പറ്റുമോ. അപ്പോൾ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കണ്ണൂരിൽ നിന്നാണ് ഈ ട്രെയിൻ എടുക്കുക. അപ്പോൾ കണ്ണൂർ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ട്രെയിൻ കയറിയത്. ഉച്ചക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുന്നു, ഇന്നലെ ഉച്ചക്ക്. അങ്ങനെ നമ്മൾ ഊബർ കുറേ നോക്കി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് ഊബർ കിട്ടിയില്ല. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോ ആണ് കൈസ് വിളിച്ചത്. അങ്ങനെ ഓട്ടോയിൽ നമ്മൾ 5 ആൾക്കാർ അടിപൊളിയായിട്ട് കൊണ്ടുപോകും. വല്ലാണ്ട് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സുഖമായിട്ട് തന്നെ അവിടെ എത്തി. നമ്മൾ പോയ ഓടാൻ്റെ ഉമ്മേൻ്റെ താത്ത എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഊബർ വന്ന് കൈസ് നമ്മൾ നെക്സ്റ്റ് ഷോപ്പിങ്ങിന് പോവാണ്. സൺഡേ മാർക്കറ്റ് എന്ന് പറയും, അതായത് നമ്മളെ മുട്ടായിത്തെരുവ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ കൈസ് നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മളെ ഫാമിലിത്തെ വേറെ 2 ടീമിനെ കണ്ടുകൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഗൈസ് അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ വാങ്ങുന്ന ജീൻസിന് വെറും 300 രൂപ മാത്രമേ ഉള്ളൂ. മിഫ കണ്ട വാടൻ്റെ 3 ജീൻസ് ആണെന്ന് പോക്കി, ഇക്കാക്കി ഒരു ജീൻസ് ആണെന്ന് പോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൈസ് ഡയറി കണ്ടപ്പോൾ മിഫ അതിനായിട്ട് മാത്രമാണ് ഈ ബാഗ് എടുത്ത കൈസ്, വേഗം എടുത്തിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൈസ് നമുക്ക് ഈ ടീഷർട്ട് ഇഷ്ടമായപ്പോൾ മിഫ നമുക്കിത് വാങ്ങലില്ല പറഞ്ഞാൽ മിഫ ഒറ്റയടിക്ക് എടുക്കുക വാങ്ങുക ഒറ്റയടിക്ക് കേട്ടോ. പിന്നെ ആൻറ്റി ഷർട്ടൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ സെയിം SM-ലൊക്കെ പോലെ തന്നെ ആ ഒരു റേറ്റ് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് നമുക്ക് ചോളം ഉണ്ടായിരുന്നു വേവിച്ചത്. അപ്പോൾ ചോളം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഉപ്പിടാതെ തന്നെ ചേച്ചിനെ. പക്ഷെ പിന്നെ അവർ പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള മസാലകൾ വരുമല്ലോ, അത് കൂട്ടി തിന്നാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം തന്നെ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് അവർ വേറെ റൂട്ടിന് പോയി ആപ്പി ആൻറ്റും ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഫ്രഷായി. ഇന്നും കുഞ്ഞ് ഷോപ്പിങ്ങിനാട്ടോ പോകുന്നത്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിക്കുക. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഊബർ കുറച്ച് ലേറ്റ് ആയിക്കുന്ന വരാൻ വേണ്ടി. ഇന്നത്തെ ഉദ്ദേശവും മെയിനായിട്ട് ഷോപ്പിംഗ് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അത്യാവശ്യം വലിയ ഊബർ തന്നെ ബുക്ക് ചെയ്ത്, അതാകുമ്പോൾ എല്ലാവർക്കും സ്വസ്ഥതയോടെ ഇരിക്കാമല്ലോ. നമ്മുടെ ബ്രദറും കൂടി ഉണ്ട് ഇന്ന് ഷോപ്പിങ്ങിന്. അപ്പോൾ ബ്രദർ ഓഫീസിൽ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അവിടെ സൈൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 5 ആളും കൂടി വേഗം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നും ഇതേപോലെ തന്നെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് അത്രയേ ഉള്ളൂ. മിഫനെ കാണാൻ കുറച്ച് മൊഞ്ചുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ അതിൻ്റെ ഓവറാക്കലാണ് കഴിച്ച് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പം അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഇന്ന് വെയിലുണ്ട് വെച്ചിട്ടാണ് മിഫത്തെ ക്യാപ്പ് വെക്കുന്നത്. പക്ഷെ നമ്മളെത്തി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് നല്ല മഴ പെയ്തിരുന്നു. അത് വേറെ കാര്യം. ഇവിടുത്തെ മാർക്കറ്റിന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ഒരേ സാധനങ്ങളാണ്, പക്ഷെ റേറ്റൊക്കെ ചെറിയായിട്ട് വ്യത്യാസം അത്രേ ഉള്ളൂ. മിഫ അങ്ങനെ ലിപ് ലൈനിങ്ങുള്ള ഇത് വാങ്ങി. അത് കൂടാണ്ട് നമ്മൾ ജസ്റ്റ് ഐഷാഡോൻ്റെ പാലറ്റ് ഉണ്ടായിരുന്നു, അതും വാങ്ങിട്ടോ. അങ്ങനെയാണ് കുറച്ചുകൂടി മുന്നോട്ടെടുപ്പോഴാണ് ഗൈസ് 20-30 ഒക്കെ കമ്മലിലെടുത്ത്. ഞങ്ങളിങ്ങോട്ട് വാങ്ങാൻ പോയപ്പോൾ മഴ പെയ്തു ഗൈസ്. അവരത് അടച്ചു പൂട്ടി വേഗം പോയിട്ടോ. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കടത്തുമ്പോൾ നമ്മൾ ഐസ്ക്രീം വെക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഐസ്ക്രീം വാങ്ങി. പക്ഷേ ഐസ്ക്രീമിൻ്റെ വ്യത്യാസിച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഐസ് ഇങ്ങനെ ചുരണ്ടിയിട്ട് അതിൽ കളർ ചെയ്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. അപ്പോഴേക്കും മഴ ഒന്നുമില്ല ഗൈസ്, മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിലുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അതായത് വലിയ മഴ ഇല്ലായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര മഴ ഇല്ലായിരുന്നു കേട്ടോ. ഞാനും മിഫ ആൻറ്റിയും ഒരു സൈഡിലൂടെ നമ്മുടെ ആയിട്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളായിട്ട് പോയി. പിന്നെ എൻ്റെ വേറൊരു ആൻറ്റിയും ഒരു ഹസ്ബൻഡും കൂടി എന്ത് ചെയ്തു, ഇപ്പുറത്തെ സൈഡിൽ അവരെ ഷോപ്പിംഗ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ കൈതച്ചക്ക കുഞ്ഞു പീസാക്കിയിട്ട് അതിലെന്തോ ജസ്റ്റ് ഒരു മസാല ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വാങ്ങാൻ തന്നില്ല, പക്ഷേ മിഫ ആൻറ്റി കൂടി വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഒരു പറയുന്നത്. ഒരു ഫേസ് എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓരോന്നിൻ്റെ വില ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഇറങ്ങി. ആപ്പ ആൻറ്റി വേറെ സൈഡിലായിരുന്നു. അവർ പിന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് എവിടെ എത്തി എന്താ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ചുരിദാറിനും എനിക്ക് തോന്നുന്നു SM-ൻ്റെ ഒക്കെ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ, പക്ഷേ മെറ്റീരിയലിന് വളരെ കുറവാണ്. അപ്പോൾ റെഡിമെയ്ഡ് അല്ലാതെ മെറ്റീരിയൽസിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റേ ഉള്ളൂ എന്ന്. അങ്ങനെ ഗൈസ് ഒരു ഈവനിങ് ഒക്കെ അയക്കുന്നു കേട്ടോ അത്യാവശ്യം, പക്ഷെ ക്ഷീണമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആപ്പനെ ആൻറ്റിയും കാണാനില്ല കേട്ടോ. അപ്പോഴുണ്ട് ആപ്പ വിളിക്കുന്നത്. ഒരു സാധാ പോലെ ഒരു തുണി ഷോപ്പ് ഫ്രണ്ടിലെ അതിനുള്ളിൽ കയറിയപ്പോൾ മൂപ്പര് ഈ സെറ്റപ്പാണ്. അതായത് കോഫിയൊക്കെ അവിടുന്ന് പൊടിച്ചു കൊടുക്കുക, ഒറിജിനലായിട്ട് ചായപ്പൊടി അതേപോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക. നല്ല രസമുണ്ട് കാണാൻ, നല്ല സ്മെല്ലും ഉണ്ടോ, ഒറിജിനൽ സാധനം. അവരുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കോഫി പൊടിയിൽ എന്തൊക്കെയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇത് കണ്ട പാടെ ആപ്പയും ആൻറ്റിയും കൂടി വാങ്ങി. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഉമ്മക്ക് പിന്നെ വളരെ ആവശ്യമുള്ള സാധനങ്ങളുള്ളത്
അപ്പോൾ ഞാനും ഇത് കുറച്ച് കോഫി പൊടി വാങ്ങി, അതേപോലെ ചായപ്പൊടി കുറച്ച് അധികവും വാങ്ങി കേട്ടോ. അവിടെ നിങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ ഗൈസ്. അപ്പം തന്നെ പാനിപൂരിൻ്റെ ഷോപ്പ് മുന്നിൽ. റസിയാൻ്റെ ആദ്യം പറഞ്ഞു നമുക്ക് എന്തായാലും ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പാനിപൂരി കഴിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ പക്ഷെ എനിക്ക് അത്ര ലൈക്കബിൾ അല്ല പാനിപൂരി, പക്ഷെ ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് എന്താണെന്നറിയില്ല. മിഫക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ മിഫ ആയി കേട്ടോ പാനിപൂരി. മിഫക്ക് ഇഷ്ടമായി, കുഴപ്പമില്ല, നോർമൽ പോലെ തന്നെ. അവൾക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ ലൈക്കബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് റസിയാൻ്റിൻ്റെ അറ്റംപ്റ്റ് ആണ്. റസിയാൻ്റിക്കും ഭയങ്കര ഇഷ്ടമായിട്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഏകദേശമൊക്കെ ഇഷ്ടമായി. ഇനി എൻ്റെ അറ്റംപ്റ്റ് ആണ്. എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും വലിയ ലൈക്കബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കുടിക്കണമല്ലോ എന്നാണ് നെക്സ്റ്റ് തോന്നിയത്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എനിക്കെന്തോ ഓരോരുത്തരുടെ ഇഷ്ടമല്ല, അങ്ങനെ ഓരോ ലൈക്കായില്ല. അങ്ങനെ നെക്സ്റ്റ് ഇതായിരുന്നു ഗൈസ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടാണ്. ആപ്പ ഫസ്റ്റ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് മറ്റേ പാനിപൂരി അത്ര ഇഷ്ടമായില്ലെങ്കിലും ഇത് ഇഷ്ടമായി. മിഫയും ആൻറ്റിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർ നല്ലതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈം ആയപ്പോൾ, അതായത് മഴ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുതായൊരു മൂടിക്കെട്ടലിനല്ലോ അതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ വെയിലോ അതായത് ചൂടൊന്നും ഇല്ലായിരുന്നു. പൊതുവേ ബാംഗ്ലൂരിൽ കുറച്ച് ചൂടൊക്കെയാണ്, പക്ഷെ ആ ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല അധിക തണുപ്പും ഇല്ലായിരുന്നു. അങ്ങനെ സർവ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ തന്നെ കാക്ക പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ നടന്ന് ഗൈസ് അവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി വെച്ചിട്ട് ഒരു കുറച്ച് റിച്ചസ്റ്റ് ആയിട്ട്, അത് മറ്റൊരു തെരുവ് കച്ചവടമല്ല, ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. അങ്ങനെ നല്ല ഷോപ്പുകളും നല്ല അത്യാവശ്യം പ്രൈസ് ഉണ്ട്. നമ്മൾ ഓരോ ഷോപ്പിലും ചില വിലകളൊക്കെ കയറി ചോദിക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഏരിയ പോലെ തോന്നി. ഷോപ്പായാലും ഇതിപ്പോൾ നമ്മൾ സാരിക്കൊക്കെ റേറ്റ് ചോദിച്ചു, നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മെയിനായിട്ട് റേറ്റ് ചോദിക്കാനാണല്ലോ കയറുന്നത് തന്നെ. അങ്ങനെ ഒരു അടിപൊളി ഏരിയ, നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു നമ്മൾ ആ സമയത്ത് പോയ സമയത്ത്. ഇങ്ങനെ നടന്ന് അവിടുത്തെ കടകളൊക്കെ കാണാനൊക്കെ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ ഒരു അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമുക്ക് നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ സംസാരിച്ച് അങ്ങനെ നടന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മാക്സ് ഉണ്ട്, അപ്പം നമ്മൾ വിചാരിച്ചാൽ മാക്സിൽ കയറി വെക്കാമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മാക്സിൽ കയറി വയ്ക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഏതായാലും വന്നതല്ലേ, ഇവിടത്തെയൊക്കെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് അറിയാച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിലത്തെ ആ ഒരു സ്റ്റൈലിലായിരിക്കും അവിടെ ഡ്രസ്സ് ഉണ്ടാവാം. എനിക്ക് അവിടെ പോയപ്പോഴും അതേപോലെ തന്നെ തോന്നിയത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഗൈസ് ഇപ്പോൾ നിങ്ങളാ കണ്ടത്. നല്ല ഭംഗിയില്ലേ കാണാനും, ചിലതൊക്കെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ. നോക്കുക ഗൈസ്, നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നൈറ്റിൻ്റെ ഭംഗി നല്ല രസമുണ്ടായിരുന്നു എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് ആരൊന്നും ശല്യം ചെയ്യാനില്ല, ഒരു ഫ്രീ ആയിട്ടുള്ള ഏരിയ പോലെ ഉണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, ഒരു കുഞ്ഞു തെരുവ് കച്ചവടം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന് എന്നാൽ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. മറ്റെവിടുത്തെ പോലെ 200-100 ഒരു 500 മുകളിലേക്ക് റേഞ്ച് എന്തായാലും വരുന്നുണ്ട് ആ തെരുവ് കച്ചവടം കേട്ടോ. ഇവിടുത്തെ ഹോട്ടലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഓരോങ്ങനെ വെറൈറ്റി ഓഫ് ബൾബുകളെ കൊണ്ട് അലങ്കരിച്ച പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ പോലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ട്രെൻഡ്സിൽ കയറി. ട്രെൻഡ്സിലും എന്താ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെറുതെ ഷോപ്പിങ്ങിനായിട്ടൊന്നും കയറിയല്ല, എന്നാലും പ്രൈസൊക്കെ നോക്കാം ആ ഒരു മൈൻഡിൽ കയറിയ കേട്ടോ. എവിടെയും ഞാൻ പറഞ്ഞില്ല, അവരെ ഓരോ നമ്മളെ സ്റ്റൈൽ എങ്ങനെയാണ്, ബാംഗ്ലൂർ സ്റ്റൈൽ എങ്ങനെയാണ്, അതുപോലെയുള്ള ഡ്രസ്സുകൾ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട് കേട്ടോ ഗൈസ്. അത് ഇങ്ങനെ നല്ല കുഞ്ഞ് തെരുവ് കച്ചവടം ഉള്ളത്, പക്ഷെ അതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. അവിടെ ആ ഒരു നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല എങ്ങനെ ഒരു ഏരിയ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അത്ര ഒരു ലോക്കലായിട്ടുള്ളൊരു ഏരിയ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെ കേട്ടോ അവിടെയുള്ളത്. കുറച്ച് റേറ്റും ഉണ്ട്, നമുക്ക് സാധനങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറച്ച് വെറൈറ്റി ഉണ്ട് കമ്മലിനൊക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ എല്ലാം എടുക്കാൻ തോന്നുന്നു അങ്ങനെ. പിന്നെ ഇന്നലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങണ്ട വിചാരിച്ചു ഗൈസ്. അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ പിന്നെ യൂറിൻ പാസ് ചെയ്യണ്ടായി ഗൈസ്. മോർണിംഗിൽ ഇറങ്ങിയല്ലേ, അങ്ങനെ അപ്പത്തെ വെസ്റ്റ് എൻഡ് കേട്ടോ. വെസ്റ്റ് എൻഡ് അടിപൊളി ഷോപ്പ്, ഒന്നും പറയല്ല. അങ്ങനെ അവിടെ കയറിയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ പുറത്തേക്ക് വന്നത്. അപ്പോഴത്തേക്കും ഗൈസ് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്ക് അങ്ങനെ ഒന്നും കഴിച്ചില്ല, അങ്ങനെ അല്ലറച്ചില്ലായിട്ട് നിങ്ങൾ കണ്ടില്ല ഗൈസ്, ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട്
അടിപൊളി മസാല ദോശ കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇത്ര ടേസ്റ്റുള്ള മസാല ദോശ കഴിച്ചില്ല. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. സാമ്പാറാണോ ഒരു അതുമായി സെയിം ആയിട്ടുള്ള കറിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ലേനു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. ഞാനാണെങ്കിൽ ഞാൻ വിചാരിച്ചു പുറത്തു പോയി എനിക്ക് ഫുഡ് കഴിക്കാനൊരു മടിയുള്ള ആളാണ് ഞാൻ പൊതുവെ. ആ ദോശേൻ്റെ ഉള്ളിലും ഒരു റെഡ് മസാല പോലെ എന്തൊരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കേരളത്തിൽ വേറൊരു ടേസ്റ്റ്, ഇവിടുത്തെ വേറൊരു ടേസ്റ്റ്, അടിപൊളിയായിരുന്നു. സാധാ ഒരു കട, പക്ഷെ അടിപൊളി ഫുഡ് എനിക്ക് ഇഷ്ടമായിട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഇടയിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു തെരുവുകളുണ്ട് ഞാൻ പറഞ്ഞില്ല, അതേപോലെ അങ്ങോട്ട് കയറിയതാട്ടോ. അപ്പോൾ കമ്മലിന്റെ ഐറ്റം, നമുക്ക് കമ്മല് കാണുമ്പോൾ പൊതുവേ പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റി ഓഫ് വളകളുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുറെ ഇട്ട് നോക്കി കേട്ടോ, ഏതാ അടിപൊളിയാന്നൊക്കെ നോക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ചപ്പലിന്റെ സൈഡിലേക്കാണ് പോയി. ഇവിടുന്ന് നമ്മൾ ഒരു 6 കൂട്ട് ചെരുപ്പങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 കൂട്ട് ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടിയായിട്ട്. 150 അതേപോലെ 250 ആ റേഞ്ചിലായിരുന്നു റേറ്റ് ചപ്പലിന്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു നോക്കി ഉമ്മക്ക് എന്താ വേണ്ട വെച്ചിട്ട്. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന്. അപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കണല്ലോ. അപ്പം ഉമ്മക്ക് ഞാനൊരു ചുരിദാർ എന്ത് ചെയ്തു വാങ്ങി കൊടുത്തിട്ടു. അതിന് ശേഷം നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഇങ്ങനെ സംസാരിച്ച് നടക്കാനൊക്കെ ഒരു അടിപൊളി കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒന്നും പറയാൻ. അങ്ങനെ ഗൈസ് ഇന്നത്തെ എല്ലാ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞു. നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ ഊബറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ ഡേ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മളൊരു 10 മണിൻ്റെ മുകളിലേക്ക് എത്തിക്കും, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ ഊബർ എത്തിയിട്ട് നമ്മൾ അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ എൻ്റെയാണ് ഗൈസ്. ഇനി നാളെ കാണാം.